ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷാജേട്ടന് ലീവുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ വേറെ ഓടിപ്പാഞ്ഞ് നടന്ന് പണിയെടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. മെല്ലെ മതി. കച്ചവടത്തിന് പോകണില്ല, ഇന്ന് ലീവാണ്. ആൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഉത്സവത്തിൻ്റെ കച്ചവടമൊക്കെ ആയിട്ട് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ലീവാക്കാമെന്ന് വിചാരിച്ചിട്ട് പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ അലക്കിയിട്ടത് വെയിലാകുമ്പോഴേക്കും ഉണക്കിയിടാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ കൈയോടെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെയിൽ കിട്ടും. ഇതൊരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നല്ല വെയിലുണ്ടാവും കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയ സമയമാണ്. അതുകൊണ്ട് ഞാൻ വെയിലാകുമ്പോഴത്തേക്ക് ഇതൊക്കെ വിരിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ പണി കഴിഞ്ഞല്ലോ. ഞാൻ നമ്മുടെ ഫുഡൊക്കെ കഴിക്കേണ്ട സമയമാകുമ്പോഴേക്കും അത് അസലായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ എന്താക്കി വെച്ചാൽ അവിടെ ബാക്കിൽ മുറ്റൊക്കെ അടിച്ചു വരാണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകമൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ വൈകിട്ടാണ് നമ്മൾ ക്ലീനിങ് വെച്ചാൽ തുടയ്ക്കും കാര്യങ്ങളൊക്കെ വൈകിട്ടാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വലിയ മുഷിച്ചിലൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഷാജേട്ടൻ പോവാത്ത ദിവസങ്ങളിൽ ഒട്ടും ഉണ്ടാവില്ല. റൂമുകൾക്കൊന്നും അലമ്പുണ്ടാവില്ല. പോണ ദിവസങ്ങളിൽ ഞാൻ പറയാറുണ്ടല്ലോ, വണ്ടിയിൽ നിന്ന് സാധനം കയറ്റി ഇറക്കിയൊക്കെ ചെയ്യുമ്പോൾ അലമ്പായിട്ട് ആവും. അപ്പോൾ ഞാൻ 2 നേരം അങ്ങനെ വൃത്തിയേടാകുമ്പോൾ തുടച്ചിടാറുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, അടിച്ചു വാരിയിട്ടാൽ മതി. എല്ലായിടും ഒന്നും അടിച്ചു വാരി ഒതുക്കി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ കയറുമ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പാട് തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലായിടും ഒന്ന് അടിച്ചു വാരിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റത്തെ ചാണകം മെഴുകിയത് അടിപൊളിയായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു ട്രിപ്പും കൂടെ അടിക്കണം എന്ന് വിചാരിക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് വൈബ് തോന്നാറുണ്ട് കേട്ടോ, അങ്ങനെ ചാണകം മെഴുകിയൊക്കെ ഇട്ട് കാണുമ്പോൾ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത കുക്കിങ്ങിന് നിൽക്കുകയാകുമ്പോൾ ഈ പാത്രങ്ങൾ തന്നെ, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പാത്രങ്ങൾ എനിക്കില്ല. ഉള്ള പാത്രങ്ങൾ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ 2 ചട്ടി ഉണ്ടെങ്കിൽ കൂടെ ഞാൻ ഒരു ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കണം വെച്ചാൽ അത് കഴിഞ്ഞ് അതൊന്ന് മോറിയൻറ്റേഷൻ അതിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്ന് വെച്ചാൽ ഒരുപാട് പാത്രങ്ങൾ പൊനഞ്ഞ് കിടക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അധികമായിട്ട് ഈ പാത്രം മോറിൽ വലിയ ചടങ്ങാണ് വെച്ചാൽ ഈ ഫുഡിൻ്റെ കാര്യം ആയതുകൊണ്ടും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാടുണ്ടാവും. അപ്പോൾ അത് കാരണം നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ ഒരു പരിധിയുടെ പാത്രങ്ങൾ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കാറ്. അതൊക്കെ കഴുകിയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടു. ഇനി അടുത്ത കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ വരുന്ന പാത്രങ്ങൾ നമുക്ക് കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടുണ്ടാവില്ല. പെട്ടെന്ന് എനിക്ക് പണി തീർന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. മറ്റേതൊന്ന് കഴിഞ്ഞ് ആ പാത്രം അവിടെ വെച്ച് പിന്നെ അടുത്തത് അങ്ങനെ ആകുമ്പോൾ വലിയ പാടായിട്ട് തോന്നും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ കാര്യമാണ് നോക്കുന്നത്. നമ്മുടെ അമ്മ ഇടിച്ചക്ക കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മ അന്ന് കൊണ്ടു തന്നത്, അന്നല്ല ഇപ്പോൾ 2 ദിവസം മുന്നേ കൊണ്ടു തന്നത്. അപ്പോൾ അത് ഇടിച്ചക്കപ്പേര് വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ് കേട്ടോ ഇടിച്ചക്കപ്പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും കൈയോടെ അത് വെക്കാമെന്ന് വിചാരിച്ചു. വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോയാലോ എന്ന് പേടിച്ചിട്ട്. കേബേജ് ഇരിക്കുന്നുണ്ട്, വെണ്ടയ്ക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അതിന് പിന്നെ ഉണ്ടാക്കാം. ഇതാകുമ്പോൾ നമുക്ക് കിട്ടാത്ത സാധനം, അങ്ങനെ കൊതിയിലിരിക്കുന്ന സാധനമല്ലേ. ചക്ക, മാങ്ങ, ഈ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കിട്ടാറില്ല കേട്ടോ. ഇപ്പം അമ്മ തരിക അല്ലെങ്കിൽ ഷാജൻ്റെ ചേച്ചി കൊണ്ടുതരിക, അപ്പോഴൊക്കെ നമുക്കിത് കിട്ടാറുള്ളൂ. അപ്പോൾ അത് കാരണം അതൊക്കെ കൈയോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല കുത്തി ചതച്ചിട്ട് നമ്മളിങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ കുത്തില്ലേ, അമ്മിയിൽ കുത്തിയിട്ട് അങ്ങനെ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. ഇങ്ങനെ കുത്തി ചതച്ചാൽ എന്നിട്ട് അങ്ങനെ ആ ഉപ്പേരിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയിട്ട് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് വെന്തോളുമല്ലോ. 2-3 വിസിലായപ്പോഴേക്കന്നെ വെന്ത് കിട്ടും. അത് അത്രേ പാടുള്ളൂ. നല്ല ഇടിച്ചക്കയാണ്, പെട്ടെന്ന് വേവും കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ വെച്ചിട്ട് അത് സെറ്റാക്കിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇനി അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോഴേക്ക് ഷാജേൻ്റെ സാധനങ്ങളും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇഞ്ചി, വെളുത്തുള്ളിയും ചെറുള്ളിയും തക്കാളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ അവർ കൈയോടെ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് ഇത് കൊണ്ടുതന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടു. ആവുകയാണെങ്കില്ല. പിന്നെ പരിപ്പ്, വിമ്മ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊന്നും ഇല്ലാത്തതൊക്കെ ഷാജേട്ടൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ട്, പരിപ്പും കാര്യങ്ങളൊക്കെ പാത്രത്തിലിടാൻ വേണ്ടിയിട്ട് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉള്ളിയും തക്കാളി അതൊന്നും ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ. തക്കാളി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല. അതിന് മാത്രം നമ്മൾ ബൾക്കായിട്ട് കൊടുന്ന് വെക്കില്ല, പുറത്ത് വയ്ക്കും. 2-3 ദിവസത്തെ കാര്യം കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് അങ്ങനെയാണ്. ഒരുപാടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ പാത്രങ്ങളിലാക്കിയിട്ട് ഓരോ ഭാഗത്ത് വയ്ക്കും. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനത്തെ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെയും വയ്ക്കും. ഇപ്പം ഞാൻ 2 ദിവസത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് അധികം ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ പിന്നെ തിരക്കുള്ള സമയത്ത് നമുക്കത് എടുത്താൽ മതി. മറ്റേത് പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ടേന്ന് വിചാരിക്കും. നമുക്ക് എന്താ പറയുക, ഇതിന് പറയുക തളയൻ, നമ്മളിവിടെ തളയൻ എന്നാട്ടോ പറയുക. ആ മീനാണ് കിട്ടിയിട്ടില്ലേ. അപ്പോൾ അത് ഉണ്ടാക്കി കൊണ്ടുവന്നുകൊണ്ട് ഇനി അതിൻ്റെ ഒരു ചുണ്ണാമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് അസലായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകി കത്തി കൊണ്ട് തന്നെ ആക്കി അതിൻ്റെ പോവും. പിന്നെ കല്ലുപ്പിട്ടിട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് ക്ലീൻ ആവും. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരി വെളുത്തുള്ളിയും കൂടെ നമ്മൾ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും വെറുതെ ഇരിക്കുകയല്ലേ, ഇനിയിപ്പോൾ അത് കുക്കറിലാവാനുള്ള ടൈമുണ്ട്. അതായി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇടിച്ചൊക്കെ ആയി കഴിയണ വരെ സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ചധികം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇങ്ങനെ ഞാൻ സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി വയ്ക്കാറുണ്ടെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ
കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ടാക്കി ആയി റെഡി ആയപ്പോഴേക്കും നമ്മൾ ഇടിച്ചക്ക അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെള്ളം ഊറ്റിയിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ആ കുക്കറിൽ തന്നെ നമുക്കിനി എന്താക്കുക വെച്ചാൽ പരിപ്പും മുരിങ്ങയും കൂടെ, ഞാൻ മുരിങ്ങ ഉണ്ടാക്കി വെച്ചില്ല, അപ്പോൾ അത് പിള്ളേർ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പരിപ്പും മുരിങ്ങയും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളാണ് ഇന്ന് മൊത്തം കേട്ടോ. കണക്കുട്ടിക്ക് തളയും മാത്രമേ കണക്കുട്ടിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുക. ചിലപ്പോൾ കഴിക്കും കേട്ടോ. ആൾക്ക് വലിയ താല്പര്യമില്ല ആ മീനോട്. ഷാജേട്ടന് അറിയില്ല തോന്നുന്നു. അങ്ങനെ ആൾ വാങ്ങിക്കൊണ്ടുവന്ന ഞാനും തളയെന്ന് മറന്ന് പറയുകയും ചെയ്തു. പക്ഷെ കഴിക്കും, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ എപ്പോഴും അയിലും മത്തി തന്നെയല്ലേ നമ്മൾ വാങ്ങാറ്. അപ്പോൾ അതന്നെ ഉള്ളൂ. അപ്പോൾ തളയം വാങ്ങിച്ചോ എന്ന് പറഞ്ഞതാണേ. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഈ നമ്മുടെ ഇടിച്ചക്ക ഞാനിങ്ങനെ ആ അരകല്ലില്ലേ നമ്മളിങ്ങനെ ഇടിക്കുന്ന ഇടിമുട്ടിയുടെ ഒരു കല്ലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചതച്ച് മാറ്റി വെച്ചു. ഒരുപാട് ചതയരുതല്ലോ, മിക്സിയിലാവുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ അങ്ങനെ ചതച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉപ്പേരിയിലേക്കുള്ള വറ്റൽമുളകും ചുവന്ന മുളകും ചെറുള്ളി വെളുത്തുള്ളിയും കൂടെ, ചെറുള്ളി ഒരുപാട് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ട് പിന്നെ അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടായിരുന്നു, അത് മാറ്റി വെച്ചു. അതിൻ്റെ പ്രഷർ മാറാൻ വേണ്ടിയിട്ട്, സ്റ്റീം പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചട്ടി വെച്ചിട്ട് നമ്മൾ ഉപ്പേരിയുടെ പരിപാടിയാണ് കേട്ടോ ഇനി നോക്കണത്. അപ്പാടെ കൈയോടെ ഞാൻ അവിടെ വൃത്തിയാക്കിയിടാവണതൊക്കെ തുടച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഓരോരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അലമ്പാക്കി ഞാൻ ഇടാറില്ല. അത് കഴിഞ്ഞിട്ട് ഉള്ളിയും മുളകും കടുകും ഒക്കെ ഇട്ട് മൂപ്പിച്ചു. ഇതിൻ്റെ അടുത്തും പോയി, വീഡിയോ മിസ്സായി പോയി, അത് റെക്കോർഡായിട്ടില്ല തോന്നുന്നു. അപ്പോൾ കടുക് ഇട്ടിട്ട് ഉള്ളിയും മുളകും ഇതൊക്കെ വറുത്തിട്ടു, മൂപ്പിച്ചു, വേപ്പില ഇട്ടു. എന്നിട്ട് എന്താക്കി, നമ്മുടെ ഇടിച്ചക്കയും കൂടെ ഇട്ട് ഇളക്കി മിക്സാക്കി പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് സെറ്റാക്കിയപ്പോഴേക്കും നമ്മുടെ അടിപൊളി ഇടിച്ചക്ക ഉപ്പേരി സെറ്റായി. ഇത് മാത്രം മതി കേട്ടോ ചോറിനാൻ വേണ്ടിയിട്ട്. എക്സ്ട്രാ കറികളോ കറിയെടുത്തണമെന്ന് എനിക്കിവിടെ അങ്ങനെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ പൂജിട്ടിക്കാണ് പിന്നെയും. ഇപ്പോൾ പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് അവൾക്കും വലിയ കറിയുടെ ആവശ്യമൊന്നും വരാറില്ല. അപ്പോൾ ഇടിച്ചക്കപ്പേറി മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പരിപ്പ് വെന്തപ്പോഴേക്കും മുരിങ്ങയുടെ ഇല തലേദിവസം ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതെടുത്തിട്ടു. പിന്നെ അതിനകത്തേക്ക് ഒരു 2 പച്ചമുളക് കൂടെ കയറിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, തിരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് ആ ഇല വേവാൻ വേണ്ടിയിട്ട്, അധികം ടൈമൊന്നുമില്ലല്ലോ നമ്മുടെ മുരിങ്ങയുടെ ഇല വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടു. ഇനി നമുക്ക് മീൻ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ മീനൊക്കെ ഞാൻ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ നമ്മുടെ പെരിഞ്ചീരകം കുറച്ച് ഇതും കൂടെ അസലായിട്ട് ചതച്ചിട്ട് പേസ്റ്റ് ആക്കുക. എന്നിട്ട് നമ്മുടെ മീനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് സുർക്ക, ഉപ്പ് ഇതൊക്കെ കൂടെ കൂട്ടി അടിപൊളിയായിട്ട് മസാല പുരട്ടി വയ്ക്കുക. എനിക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മാത്രം മീൻ വറുത്തിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് വരും, വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. എനിക്കിഷ്ടമല്ല അങ്ങനെ. എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം, അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടണം, എന്നാലേ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എന്തോ ആ മീൻ വറുത്തതിനോടൊരു എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളാണ് മിക്കതും മീൻ വറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. ഇനി ചെറുള്ളി കൂട്ടിയിട്ടില്ലെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ മസാല പുരട്ടി മാറ്റി വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുരിങ്ങയുടെ ഇല വെന്തിട്ടുണ്ടായിരുന്നു. ഇനി അത് താളിക്കണം. അപ്പോൾ കുറച്ച് ചെറുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്കത് വറുത്തിടുകയും കൂടെ വേണം. ഈ ഒരു മുരിങ്ങാക്കറി നമ്മുടെ നമ്പർ 1 ഫേവറേറ്റിൽ ഒന്നാണ് കേട്ടോ. ഈ ഒരു മുരിങ്ങ മരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇപ്പോൾ ഇന്നലെയും കൂടെ താത്ത ചോദിച്ചപ്പോൾ ഞാൻ വെട്ടണ്ട എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ്. അവർ നമ്മളെടുത്ത് എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ എപ്പോൾ വേണമെങ്കിലും ചെന്നിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് കേട്ടോ. വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിക്കടി പോയി ചോദിക്കണ്ടേ. ഇത് അവർ നമ്മളോട് എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് വലിയ പാടില്ല. അത് വലിയൊരു കാര്യമാണല്ലോ. മുരിങ്ങയുടെ കാര്യത്തിൽ എനിക്ക് വലിയ കാര്യമാണ്, നമുക്ക് ഇഷ്ടമാവുകൊണ്ടാട്ടോ. അത് കഴിഞ്ഞ് അതൊക്കെ വറുത്തിട്ടു. നമ്മുടെ ഉള്ളി മൂപ്പിച്ചു, കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മുടെ കറിയുടെ താളിപ്പ് കഴിഞ്ഞ് അതൊക്കെ ഓരോ പാത്രത്തിലാക്കി അടച്ച് മാറ്റി വെച്ചു. എന്നിട്ട് വരുന്ന പാത്രങ്ങൾ, വലിയ പാത്രങ്ങളൊക്കെ അപ്പോടെ കഴുകിയിട്ട് ഞാൻ മാറ്റി എടുത്ത് വെക്കുകയും ചെയ്യും കേട്ടോ. അതാവുമ്പോൾ പിന്നെ അടുക്കള കാണാൻ വേണ്ടിയിട്ട് നീറ്റാണ്. പിന്നെ ഈ വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ എനിക്കൊരു സമാധാനമാണ്. പിന്നെ രാത്രിയിൽ അത് ഒഴിച്ച് മോറാൻ വേണ്ടിയിട്ടുള്ള പാടില്ലല്ലോ. ഈ കുഞ്ഞു പാത്രങ്ങളേ ഇല്ലേ ഉള്ളൂ. അതൊക്കെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ അവിടേക്ക് ഒന്ന് നീറ്റായിട്ട് ഒന്ന് തുടച്ച് ക്ലീനാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂക്കാൻ വേണ്ടിയിട്ടുള്ള പാടുള്ളൂ. അതിൻ്റെ മുന്നേ ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ച് പിന്നെ നമ്മൾ ആ കിച്ചണൊന്നും കൂടെ അടിച്ച് വാരിയിട്ടു. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിയുടെ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ വിചാരിച്ചിട്ട്. അവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് 2, 3, 4 പ്രാവശ്യം നമ്മുടെ ഈ അടിച്ചോരൽ കാര്യമായിട്ട് നടക്കും. അപ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ച് വാരി ഒന്ന് റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മുടെ മീൻ്റെ ഒരു ഭാഗം മൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മറിച്ചിടുകയാണ് കേട്ടോ.
ഈ മീൻ അച്ഛന് പണ്ടൊക്കെ ഇപ്പോൾ ഒന്നും തളയമീൻ വലുത് കിട്ടണം, നല്ല പൊടിയുള്ള മീൻ കിട്ടണം. ഇതത്ര വലിയ പൊടിയുള്ള മീനല്ല, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, പൊട്ടയൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതൊരു ഭാഗം മറിച്ചിട്ടിട്ട് ഞാനത് സിമ്മിലിട്ടിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് കയറി. കുളി കഴിഞ്ഞിട്ട് പിന്നെ ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം കളയണ്ടല്ലോ വിചാരിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേഗം ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീന് ചെയ്യൂട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പുറപ്പെടാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. എനിക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. വീട്ടിലാണെങ്കിലും അങ്ങനെ കുളി കഴിഞ്ഞിട്ട് അങ്ങനെ എന്താ ഒരുങ്ങാൻ എന്താ ഉള്ളത് എന്ന് ചിലവർ ചോദിക്കും, ആരെ കാണിക്കാനെന്നൊക്കെ. പക്ഷെ അതല്ല എൻ്റെ ഒരു ഇഷ്ടം. നമുക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വൃത്തിയായിട്ട് നിൽക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. കണ്ണെഴുതി പൊട്ട് തൊട്ട് ഒരു കുറിയും തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനം, ഒരു മനസ്സുഖം, അത്രയേ ഉള്ളൂ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കമ്മലിടാനൊക്കെ രാവിലെ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ എത്തിയപ്പോൾ അയ്യോ ഇത് ചെയ്തിട്ടില്ല എന്നുള്ള ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ കമ്മലൊക്കെ എടുത്തിട്ടിട്ട് ഒരു കുറിയൊക്കെ ഇട്ട് നമ്മൾ എന്താക്കി ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വിചാരിച്ചു. അപ്പോഴേക്കും മീനൊക്കെ ഒരു ഭാഗം അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു. അതൊരൊക്കെ പാത്രത്തിലാക്കി അടച്ച് വെച്ചിട്ട് എനിക്കുള്ള ഫുഡ് വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ ഷാജേട്ടന് ഇപ്പോൾ തന്നെ വേണ്ട പറഞ്ഞിട്ട് ആൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ആൾക്ക് പൂര കച്ചവടത്തിൻ്റെ കുറച്ച് അധികമായിട്ട് ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് ശരിയാവാത്തതുകൊണ്ട് ഈ ലീവുള്ള ദിവസം ആൾ ഉറങ്ങി തീർക്കും. അപ്പോൾ ഉറങ്ങിയിട്ട് പിന്നെ ആൾ നീക്കുമ്പോഴാണ് ഫുഡ് കഴിക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ വിളിക്കാൻ വേണ്ടി പോവില്ല, വിളിക്കരുതെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് വിശക്കുമ്പോൾ ഫുഡ് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അത്രയേ ഉള്ളൂ. ചായ കുടിച്ചിട്ട് ആൾ കിടന്നതാണ്, വളാഞ്ചേരിയൊക്കെ പോയി വന്നിട്ട്. അപ്പോൾ ഞാൻ എന്താക്കി, നമുക്ക് ചോറും മുരിങ്ങാക്കറിയും നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരിയും ഒരു മീൻ കഷ്ണം വറുത്തതും നമ്മുടെ നാരങ്ങച്ചാറും കൂടെ കൂട്ടിയിട്ട്, നാരങ്ങച്ചാർ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ആകുമ്പോഴേക്കും ടേസ്റ്റ് കൂടണത്. ഇവിടെ അച്ചാർ അങ്ങനെ ഒരുപാട് ദിവസമൊന്നും വയ്ക്കുകയൊന്നുമില്ല. അപ്പോൾ കണ്ടപാടെ ഞാനും കണ്ണൻകുട്ടിയും അസലായിട്ട് അച്ചാർ കഴിക്കും. പൂജിറ്റിക്ക് അച്ചാറിനോട് താല്പര്യമില്ല. ഞങ്ങൾ രണ്ടാളുമാണ് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്ന ടീംസ്. അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ടാറ്റ ബൈ, സീ യു.